الحمد لله رب العالمين الذي من علينا بإنزال هذا القرآن العظيم ورتب على تلاوته الخير الكثير والفضل العميم. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله الموصوف بالصفات الكاملة الفاضلة العليا وإنك لعلى خلق عظيم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن الذين لا يؤمنون بالآخرة عن الصراط لناكبون. ഏറെ സ്നേഹ ബഹുമാനമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയം നിറഞ്ഞ കുട്ടികളെ, അൽഹംദുലില്ലാഹ് ഏറെ സന്തോഷവാനാണ് ഈ ഒരു സമയം അല്പനേരം നിങ്ങളോടൊത്ത് കൊണ്ടോട്ടി മണ്ഡലം വെളിച്ചം സംഗമത്തിൽ ഇങ്ങനെ ആയിരിക്കുവാൻ സാധിച്ചതിൽ. അള്ളാഹു ഇത് സാലിഹായ അമലായി, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന പ്രവർത്തനമായി നമ്മളിൽ നിന്നെല്ലാവരിൽ നിന്നും സ്വീകരിക്കട്ടെ. ആമീൻ. കുറേ പലവട്ടം പ്രോഗ്രാമുകൾക്ക് ഇങ്ങോട്ട് വിളിച്ചിരുന്നു. ആ സമയത്തൊന്നും വരാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഈ സമയത്ത് ഏതായിരുന്നാലും ഇവിടെ എത്താൻ പറ്റിയത്. ചെറിയൊരു പനിയുണ്ട്, നല്ല ജലദോഷമുണ്ട്, ജലഗുണം ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രയാസം എൻ്റെ ശബ്ദത്തിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാനുണ്ടാവും, അരോചകമായി തോന്നിയേക്കാം. എന്നാലും ഒരു 10-40 മിനിറ്റ് നമുക്ക് ഖുർആനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കറിയാവുന്ന, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വെളിച്ചവുമായി നടന്നിട്ട് ഇപ്പോഴും എവിടെയോ കല്ലിലോ മുള്ളിലോ ഒക്കെ കാല് തറക്കുന്നുണ്ടോ, എന്തുകൊണ്ടായിരിക്കും എന്ന ചോദ്യം നേരത്തെ വന്നല്ലോ. അതുതന്നെ ഇതിൻ്റെ ആകെ വിഷയം. വെളിച്ചം ഘട്ടങ്ങൾ 20-ലെത്തി. എന്നിട്ടും എനിക്കതുകൊണ്ട് പ്രത്യേകമായി ഒരു നേട്ടമുണ്ടായില്ലേ? അല്ലെ എൻ്റെ കൂടെയുള്ളവർക്ക് എന്നിൽ നിന്ന് വെളിച്ചം കിട്ടാതെ പോയിട്ടുണ്ടോ? ഇപ്പോഴും അവർ എന്നെക്കൊണ്ട് പലതരത്തിലും പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഈ സമയത്ത് പ്രധാനം. വെളിച്ചം ഒരുപക്ഷെ 2-3 ഘട്ടങ്ങൾ കൂടെ കഴിഞ്ഞാൽ 30 ജുസ് പൂർത്തിയായി ഈ ഒരു പേരിലറിയപ്പെടുന്ന പദ്ധതി അവസാനിച്ചേക്കാം. ആ പദ്ധതിയിലൂടെ പരലോകത്ത് സ്വർഗം വരെയുള്ള വഴിയിലെ വെളിച്ചമായി മാറിയിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. പ്രഥമമായി ഞാൻ ചെയ്തു വെച്ച ഒരു ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 23-ാം അധ്യായം സൂറത്തു അൽ മുഅ്മിനൂനിലെ 74-ാമത്തെ ആയത്താണ്.
വർത്തമാനകാലത്തെ പ്രശ്നങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ആശങ്കപ്പെടാറുണ്ട്. എന്ത് ചെയ്യും, എന്താണ് ഒരു പരിഹാരം? മിക്കവാറും ആളുകൾ എടുത്തു വെക്കാറുള്ളത്, അടിവര ഇടാറുള്ളത്, കുറ്റം ചേർത്ത് വെക്കാറുള്ളത് യുവാക്കളെയാണ്. ബാല്യ കൗമാര യൗവനത്തിലെ ആളുകളിലേക്ക് വിരൽ ചൂണ്ടിയിട്ടാണ് പറയാം. ആവട്ടെ, അവരും നമ്മളും ഒക്കെ അടക്കമുള്ള സമൂഹത്തിൻ്റെ പല പ്രശ്നങ്ങളെയും മുന്നിൽ വെച്ച് നമ്മൾ പറയും, ഇനി എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ ഇവിടെ സൂറത്തുൽ മുഅ്മിനൂനിലെ 74 കൃത്യമായി പറയുന്നത് വഴിമാറി പോകുന്നത് ആരാണ് എന്ന ഒരു വിഷയമാണ്. ആയത്ത് ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കണം. സൂറത്തുൽ മുഅ്മിനൂനൊക്കെ നമ്മുടെ വെളിച്ചത്തിൽ കഴിഞ്ഞല്ലേ? ആണോ? അല്ലേ? ആണ്. ഓക്കെ, സമ്മാനം വാങ്ങിയതാ, പറയാതിരിക്കരുത്. ശരി, ഞങ്ങൾ പുരുഷന്മാരെ കുറേ ആൾക്കാർ എഴുതാത്തുണ്ടാവും, പെണ്ണുങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. ശരി, ആ ആയത്തിൽ പറയണെന്തറിയോ? വഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി അനിസ് സിറാത്തി ലനാകിബൂൻ. വഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, തീർച്ചയായും ആഖിറത്തിലെ വിശ്വാസം വന്നിട്ടില്ലാത്ത ആളുകൾ. അനിസ്സിറാത്തി, നേർപാതയിൽ നിന്ന് ലനാക്കിബൂൻ, അഥവാ ലനാക്കിബൂന അനിസ്സിറാ അൽ മുസ്തഖീം, നേരായ വഴിയിൽ നിന്ന് വഴി തെറ്റിപ്പോകും. ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നമുക്ക് ഒരുപാടിടങ്ങളിൽ കാണാൻ പറ്റുന്ന ഒരു പ്രയോഗമാണ്. ഒരു സ്ഥലത്ത് പറഞ്ഞു അതിഥി സൽക്കാരം, ആതിഥ്യ മര്യാദയെക്കുറിച്ച് പറഞ്ഞെടുത്ത് കാണാം. അവർ അതിഥികളെ നന്നായി ആദരിക്കട്ടെ. അങ്ങനെ ആദരിക്കാൻ കഴിയുന്നത്, അതിന് പ്രാപ്തമാക്കുന്ന ഘടകം എന്താ? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുക എന്നത് തൻ്റെ അതിഥിയെ ആദരിക്കുന്നിടത്ത് പോലും ഏറ്റവും നന്മ സ്വീകരിക്കാൻ അയാളെ പ്രാപ്തമാക്കും. നല്ലത് പറയണം, ചീത്ത വാക്കുകൾ പറഞ്ഞതിൻ്റെ അപകടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കുത്തുന്നതിനെ സൂക്ഷിക്കണം. അതിനുള്ള വഴിയോ എന്താ? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ, നല്ലത് മാത്രം പറയാ, ശരിയായത് ഉത്തമമായത് മാത്രം പറയാ. ഔ ലിയസ്മുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയും ഒരു മനുഷ്യനെ നന്മയിലേക്ക് പ്രചോദിതമാക്കുന്ന സുപ്രധാനമായ ഘടകമാണ് അവൻ്റെ കറകളഞ്ഞ വിശ്വാസ സംസ്കരണം. അത് അയാളുടെ സാംസ്കാരിക തലങ്ങളിലേക്ക്, സ്വഭാവ പെരുമാറ്റ സംസ്കരണ തലങ്ങളിലേക്ക് നയിക്കുന്ന ഘടകമാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം, ആഖിറത്തിലുള്ള വിശ്വാസം. ഇല്ലെങ്കിൽ അനിസ്സിറാത്തു ലനാകിബൂൻ, നേർപാതയിൽ നിന്ന് വഴിതെറ്റും. ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ഒരുപക്ഷെ ഇപ്പോൾ പരിശോധിക്കപ്പെടുകയാണെങ്കിൽ പോലും കാണുന്ന ഒരു പ്രശ്നം, ഒരു ജനറേഷനെ നമ്മുടെ മുമ്പിൽ കാണുന്നില്ല എന്ന് വിചാരിക്കുക. ഞാൻ ഇവിടത്തെ എന്ന് പറയല്ല, ഒരു ജനറേഷനെ. ഈ ജനറേഷന് നമ്മൾക്ക് നേരത്തെ കിട്ടിയിരുന്ന ഈ ഒരു ഈമാനികമായ അധ്യാപനങ്ങൾ കിട്ടാത്ത വലിയൊരു കാലം വരിക. അവർ വഴിതെറ്റുന്നതിൽ പിന്നെന്താ, വേറെന്താ കാരണം? അവർക്ക് മറ്റെല്ലാം ഇല്ലേ, എല്ലാ വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ലേ, വലിയ വിദ്യാഭ്യാസമുണ്ട്. അവരുടെ സർട്ടിഫിക്കറ്റുകൾ നോക്കൂ, അവരുടെ യോഗ്യതകൾ നോക്കൂ, അവരുടെ ഭൗതികമായ, അങ്ങനെ പറയാമോന്ന് എനിക്കറിയില്ല, ഭൗതികവും രണ്ട് വിദ്യാഭ്യാസം എന്നുള്ള, ഏതായിരുന്നാലും ഭൗതികമായി എന്ന് നമ്മൾ പറയുന്ന വിദ്യാഭ്യാസ യോഗ്യതകൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവും, ഒരുപാട് യോഗ്യതകൾ ഉണ്ടാവും. പിന്നെ എന്താ പ്രശ്നം? സമ്പത്ത്, അതുണ്ട്, അതും ഒരുപാടുണ്ട്. ഒരു മനുഷ്യനെ സമൂലമായി പരിവർത്തിപ്പിക്കാൻ കഴിയുന്ന ഏക ഘടകം ഏതാണെന്ന ചോദ്യത്തിന് മുമ്പിൽ ദൈവിക സന്ദേശങ്ങൾ മാത്രം എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്നാണ്. അതുകൊണ്ട് തന്നെ വെളിച്ചം എന്ന ഈ നാമകരണം ആ പദ്ധതിയോട് ചേർത്ത് വെക്കുന്നതോടൊപ്പം അതിൽ വലിയ ഒരു പ്രതീക്ഷയുണ്ട്. ഈ പദ്ധതിയിൽ കണ്ണികളാകുന്ന ഓരോ വ്യക്തിയെയും ആ വ്യക്തിയുടെ കുടുംബത്തെയും അയാൾ ഇടപഴകുന്ന മേഖലകളിലുമൊക്കെ ഖുർആനിൻ്റെ ഒരു വെളിച്ചം ലഭിക്കണം. എൻ്റെ ഒരു സുഹൃത്ത്, അയാൾ സ്റ്റാഫ് റൂമിൽ ഇരുന്ന് വിതുമ്പുകയാണ്, ആരും കാണാതെ കരയുകയാണ്. ഒരു നേർ കാഴ്ചയാണ് ഞാൻ പറയുന്നത്.
അപ്പം അയാളിങ്ങനെ കരയുന്നു. അതിൻ്റെ താഴെ വർക്ക് ചെയ്യുന്ന അഥവാ ജൂനിയറായ മറ്റൊരു അധ്യാപകൻ, എൻ്റെ സുഹൃത്ത്, അദ്ദേഹം ഈ മനുഷ്യനോട് ചോദിച്ചു. അദ്ദേഹം മുസ്ലിം അല്ല, ചോദിക്കുന്ന ആൾ മുസ്ലിമാണ്. അപ്പോൾ അത് ചോദിച്ച ആൾ ചോദ്യം ഇതാണ്: എന്താണ് സാർ നിങ്ങൾ കരയുന്നത്? എന്താ നിങ്ങളെ അലട്ടുന്ന പ്രശ്നം? രാവിലെ സുഖമായിട്ട് വന്നു, പിന്നെ സ്റ്റബറൂന്ന് കരയുക, കണ്ണുനീര് ഒഴുകുകയാണ്. അപ്പോൾ ചോദിച്ച സമയത്ത് അയാൾ പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ ചെറിയൊരു വിഷമം. ഇപ്പം ജപ്തിയാണ് വിഷയം. ആ ടീം വീട്ടിൽ വന്ന സമയത്ത് അവിടെ ഇല്ല, ഇയാൾ സ്കൂളിലാണ്. അങ്ങനെ സ്കൂളിൽ വന്നു, അവിടുന്ന് റിപ്പോർട്ട് ചെയ്തു ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ അടയ്ക്കണം, ഇത്ര 2.5 ലക്ഷം രൂപ അടയ്ക്കണം, തുക ഞാൻ പറഞ്ഞത് അടയ്ക്കണം, എങ്കിൽ നിങ്ങൾക്ക് നമ്മളത് നീട്ടിത്തരാം, ഇല്ലെങ്കിൽ ജപ്തിയാണ്. അവസാന ഘട്ടം വരവാണ് അവരുടെ. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ കണ്ണ് കരയുന്ന ഈ മനുഷ്യനെ കണ്ടപ്പോൾ സഹോദരൻ ചോദിക്കുകയാണ്, എന്താ പ്രശ്നം? ഇത് പറഞ്ഞു. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നിനക്കതിപ്പോൾ ചെയ്യാൻ കഴിയില്ല എന്നാണ് ജൂനിയർ അയാളോട് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ മുമ്പിൽ പരിഹാരമില്ലാത്ത വിഷയമുണ്ടോ സാർ? നമുക്കെന്തെങ്കിലും ചെയ്യാം. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ സ്ഥലം വാങ്ങാൻ വെച്ച 1.5 ലക്ഷം എൻ്റെ കയ്യിലുണ്ട്, അഡ്വാൻസ് കൊടുക്കേണ്ട ഡേറ്റ് ഇന്ന ഡേറ്റാണ്, നിങ്ങൾ ആ സമയത്ത് എനിക്ക് തന്നാൽ മതി, നാളെ ഞാൻ കൊണ്ടുതരാം. 1.5 ലക്ഷം രൂപ. ഈ മനുഷ്യനാകെ മനസ്സിനുള്ളിൽ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം ഉണ്ടാവും. അങ്ങനെ കൂട്ടത്തിൽ ഒരു 25,000 രൂപ ഒരാൾ വലിച്ചെറിയുന്ന പൈസയുണ്ട്, അല്ലെങ്കിൽ ഇത് വേറെ ആർക്കെങ്കിലും കൊടുത്തു കളാന്നാണ് ഒഴിവാക്കുന്നത്. അങ്ങനെ 1.25 കൊടുത്തു. പിറ്റേ ദിവസം കൊടുത്തു പോലും. കൊടുക്കുമ്പോൾ പറഞ്ഞു, സാർ ഇതൊന്ന് എഴുതി രേഖപ്പെടുത്തി വെക്കണം. അങ്ങനെ അതെന്തിനാന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഞങ്ങളെ ഖുർആനിൽ ഇങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ രേഖപ്പെടുത്തി സാക്ഷികളെയും എഴുതി കാശ് ഡേറ്റൊക്കെ വെച്ചിട്ട് എഴുതി. അദ്ദേഹം ഇപ്പോൾ തിരിച്ചു പറഞ്ഞ ഒരു കാര്യം എന്താണെന്നറിയോ? ഈ സുഹൃത്തിനെ വിളിച്ചിട്ട് പേര് വിളിച്ചു ചോദിച്ചു, സുഹൃത്തെ, എൻ്റെ കൂടെ വർഷങ്ങളായി വർക്ക് ചെയ്യുന്ന എൻ്റെ മതത്തിൽപ്പെട്ട ഒരുപാട് ആളുകളായി ഇരിക്കുന്നത്, രഹസ്യമായി പറയാം, ഈ ഇരിക്കുന്നത് ഇവരാരും ഇതുവരെ എൻ്റെ ഈ വേദന അറിഞ്ഞിട്ട് പോലും ചോദിച്ചില്ല. ഇന്നലെ വന്ന അഥവാ ഈ കഴിഞ്ഞ സമയങ്ങളിൽ ഈ സ്കൂളിലേക്ക് വന്ന നിനക്കിത് ചോദിക്കാൻ എന്താ പ്രേരണ? നീ ഒരു ക്രിസ്ത്യനും അല്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് എനിക്കിങ്ങനെ ചെയ്തു തരാൻ നിനക്ക് തോന്നുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞതാണ്, ഒന്നുമില്ല, ഞാനിങ്ങനെ ഖുർആൻ ഒക്കെ പഠിക്കുന്നു, ഞങ്ങളുടെ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു. ഇതാണ് നമുക്ക് അവിടെ കിട്ടുന്ന വലിയൊരു അനുഭവമാണ്, ആ മനുഷ്യനുണ്ടായ ഒരു സന്തോഷം. അപ്പോൾ അവിടെ വിളിച്ചേ, ഒരുപക്ഷെ നമ്മുടെ ലക്ഷങ്ങൾ അക്കൗണ്ടിൽ കിടക്കുമ്പോഴും അയൽവാസി 10,000 രൂപയ്ക്ക് ബുദ്ധിമുട്ടിയിട്ട് കിട്ടാതെ പോയിട്ട് ആ സംഗതി നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളിൽ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്നൊന്നും അയാൾ അറിഞ്ഞില്ലെങ്കിലും പടച്ചോനറിയാം നമ്മളിൽ ഉണ്ടെന്ന്. അയാളുടെ പ്രയാസം എന്തായിരുന്നു എന്ന് നമുക്കറിയാം. എങ്കിൽ അതിന് നാം ഈ വെളിച്ചം പദ്ധതിയിൽ കണ്ണിയായിട്ടും നമ്മളിൽ നിന്നൊരാൾക്കൊരു ചെറിയ സമാധാനം ലഭിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ പ്രയാസത്തിനൊരു പരിഹാരം നൽകാൻ നമ്മളെ കൊണ്ട് സാധ്യമായിട്ടില്ലെങ്കിൽ നെവർ, ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും. എൻ്റെ സംസാരത്തിലെ ആകത്തുക ഇതാണ്. ആഖിറത്തിൽ വിശ്വാസമില്ലെങ്കിൽ, ഇപ്പൊ ഈ ദുനിയാവിലെ ജീവിതം എത്രയാണ്? നമ്മളിങ്ങനെ നോക്കുക, 60 കൊല്ലം ജീവിക്കുന്ന ഒരാള്, അയാൾക്ക് എത്ര ദിവസം അവിടെ ജീവിക്കാനുള്ളതെന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. മൾട്ടിപ്ലൈ നോക്കൂ, 60 × ഒന്ന് മൾട്ടിപ്ലൈ നോക്കൂ, എത്ര ദിവസം ഉണ്ടാവും? ഇപ്പൊ എത്ര വയസ്സായി? അതൊന്ന് മൈനസ് ചെയ്ത് നോക്കി. ഇനി എത്ര കാലം നമുക്ക് ഇവിടെ ഉള്ളത്? കാലമല്ല, എത്ര ദിവസമുള്ളത്? ചിലപ്പോൾ 1300 അല്ലെ 1200, ചിലർക്ക് 700, ചിലർക്ക് 500. മരണം എപ്പോഴാണെന്നറിയില്ല, ഡെഡ് ലൈൻ നമുക്കറിയില്ല. എന്നാൽ നമ്മൾ വിചാരിക്കുക ഒരു 65 വയസ്സുണ്ടാവും, അല്ലെ 65 ഒരു 72 ഉണ്ടാവും എന്ന് കൂട്ടുക. 65 72 65 അടുക്ക ഇനി എത്ര ദിവസം ഉണ്ടാവും? വളരെ കുറച്ച് ദിവസങ്ങൾ. കണക്കൂട്ടാൻ നിൽക്കണ്ട, ഇവിടെ നിൽക്കാനാവില്ല, ഇറങ്ങിപ്പോകാനും തോന്നൂല, ആരും കണക്കൂട്ടണ്ട, ആകെ വെപ്രാളായിരിക്കും. നമ്മളെ മരണത്തിൻ്റെ ഡേറ്റ് എങ്ങാനും നമുക്ക് തന്നിരുന്നെങ്കിൽ ചങ്ങായിമാരെ എന്താക്കായിരുന്നു? ഇന്ന മാസം ഇന്ന കൊല്ലം ഇന്ന മാസം ഇന്ന ഡേറ്റിലാണ് നൗഷാദ് മരിക്കുക, നിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ എഴുതാൻ സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ആരോ ഇവിടെ നിൽക്കുമോ? ഓടൂലേ? സ്റ്റേജുമ്പിലുള്ളവരും ഓടും, നമ്മളും ഓടും. നിൽക്കാനാവില്ല. എങ്ങനെയൊക്കെ ചെയ്താലും നമുക്ക് സമാധാനം ഉണ്ടാവില്ല. മരിക്കും നമുക്ക് ഉറപ്പാണ്, അത് പടച്ചോൻ തന്നു, ഉറപ്പാണ് മരിക്കും. അങ്ങനെയുള്ള ഒരു ദുനിയാവിൽ നമ്മുടെ സൗകര്യങ്ങളെ, നമ്മുടെ വിഭവങ്ങളെ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യാനുള്ളതാണ് എന്ന ഖുർആനിക അധ്യാപനങ്ങൾ ദശക്കണക്കിന് ഒരുപാട് ആയത്തുകളിലൂടെ തിരുസുന്നത്തിലൂടെയും പഠിച്ചിട്ട് ഈ വെളിച്ചം നമ്മുടെയും മറ്റുള്ളവരുടെയും വെളിച്ചമായി മാറിയില്ലെങ്കിൽ, അതോടൊപ്പം നമ്മൾക്ക് വെളിച്ചം വന്നിട്ടുണ്ട്. പഴയ ഞാനല്ല,
ഇപ്പം ഞാൻ 10ാം ഘട്ടം മുതലാണ് ഖുർആൻ പഠിക്കാൻ തുടങ്ങിയതെന്ന് ഒരാൾ പറയാം. 10ാമത്തെ ഘട്ടം മുതൽ. അന്നുണ്ടായിരുന്ന ഞാനും ഇപ്പോഴത്തെ ഞാനും തമ്മിൽ മാറ്റമുണ്ടെന്ന് എൻ്റെ കുടുംബമൊക്കെ പറയുന്നുണ്ട് എന്ന് ഒരു അനുഭവം നമ്മുടെ മനസ്സിൽ ചെറുതായി ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്. നമ്മൾക്ക് എന്തൊക്കെ ഇപ്പൊ പഴയ ദേഷ്യമൊന്നുമില്ല ഒരാൾ പറയാ. കാരണം ഇപ്പൊ ബഷീർ സാബിരീൻ എന്ന് പറയാ ആയത്തിൽ ഞാൻ കണ്ടു, ഇന്നല്ലാഹ മഅ സാബിരീൻ എന്ന് കണ്ടു. അപ്പൊ ഞാൻ ക്ഷമാശീലനായിട്ടുണ്ട് ഇപ്പോ. അങ്ങനെ ഒരു മാറ്റം നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ, എടുത്തു പറയാനുണ്ടെങ്കിൽ നമ്മിൽ അൽഹംദുലില്ലാഹ് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഏതായിരുന്നാലും വിശുദ്ധ ഖുർആൻ പഠനത്തിൻ്റെയും അറിവാന്വേഷണത്തിൻ്റെയും പ്രാധാന്യം ഖുർആനിൻ്റെ പ്രഥമ വെളിപ്പെടുത്തലുകളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ആദ്യാവതരണം എന്താണ് ഖുർആനിൻ്റെ? ഏതാ പദം എന്ന് ഉറക്കെ പറയൂ. ആദ്യത്തെ പദം ഏതാ ഖുർആനിലെ? ഇഖ്റ എന്നാണ്. ഇഖ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവന്വേഷിക്കുക എന്ന് തന്നെയാണ്. വായിച്ചോ, കണ്ടോ, കേട്ടോ, ചോദിച്ചോ, എങ്ങനെയും അറിവന്വേഷിക്കുക. നിന്റെ അറിവന്വേഷണം, റബ്ബിന്റെ നാമത്തിൽ അറിവന്വേഷിക്കുക എന്ന വിഷയമാണ് പ്രഥമമായി ഒരു മനുഷ്യനെ അവൻ അകപ്പെട്ടിട്ടുള്ള അധപതനങ്ങളിൽ നിന്ന് ലിതുഖ്രിജന്നാസ, മനുഷ്യരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹു പറഞ്ഞു ആദ്യ ആയുധമാണ് വായിക്കണം, പഠിക്കണം, അറിവന്വേഷിക്കണം, കണ്ടെത്തണം. എന്നിട്ട് നിന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. അതിന് നിന്റെ അറിവാന്വേഷണം നിന്റെ സ്രഷ്ടാവിനെ അറിയാൻ വേണ്ടിയുള്ള രീതിയിലായിരിക്കണം. 5 ആയത്തുകൾ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഒന്നും അറിയില്ലായിരുന്നു, ഒരുപാട് അറിയാൻ പറ്റി. അൽഹംദുലില്ലാഹ്. ആ അറിഞ്ഞത് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കുക. മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കുമുള്ള വിജ്ഞാനം നൽകുന്ന വെളിച്ചമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തമായി അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഹിറാ ഗുഹയിലിരിക്കുമ്പോൾ ജിബ്രീൽ വന്നിട്ടില്ലേ പറയാ, ഖുർആനും കൊണ്ടതാ ജിബ്രീൽ വന്നണയുന്നു അല്ലേ? ജിബ്രീൽ വരും. നിങ്ങൾ ആ ഒരു രംഗം ആലോചിച്ച് നോക്കൂ. ജിബ്രീൽ വരുന്നു, എന്നിട്ട് ഇതിങ്ങനെ പറയാം ഇഖ്റ 3 ആവർത്തി ചേർത്ത് പിടിച്ച ശേഷം, അഥവാ എന്തൊക്കെയായിരുന്നാലും ശരി അറിയണം, പഠിക്കണം. നിന്റെ റബ്ബിനെ നീ അറിയണം. എന്തെല്ലാം കാര്യങ്ങളായിരുന്നു എന്ന് പറയാം. ആത്മീയവും പ്രായോഗികവുമായ വളർച്ചയ്ക്ക് അനിവാര്യമായ അറിവിൻ്റെയും പഠനത്തിൻ്റെയും പ്രാധാന്യം ഒന്നാമത് ഓർമ്മപ്പെടുത്തി. ദൈവിക ജ്ഞാനത്തിൻ്റെ പ്രതീകമായ മനുഷ്യ സൃഷ്ടിപ്പിനെ മുന്നിൽ തന്നെ ചേർത്ത് വെച്ചു. നേരത്തെ പറഞ്ഞു ഗ്രന്ഥം വായിക്കുക. മനുഷ്യ ശരീരത്തെ ഒന്ന് വായിക്കുക. നമ്മുടെ ശരീരത്തെ ഒന്ന് വായിച്ചു നോക്കുക. എത്രമാത്രം സങ്കീർണമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന അത്യത്ഭുതകരമായ പ്രതിഭാസമാണ് ഞാനും നിങ്ങളുമൊക്കെ. നമ്മളിങ്ങനെ കുപ്പായവും പാണ്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കവറിങ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കും. ഇതിനുള്ളിലുള്ള ഒരുപാട് സംഗതികളെ കുറിച്ച് ആലോചിച്ച് നോക്കും. ഈ കൈവിരലുകളും കാലുകളും നഖവും പല്ലും ശരീരവും രോമങ്ങളും നമ്മുടെ ചർമ്മങ്ങളിൽ ഒരുപാട് സംവേദനക്ഷമതകൾക്ക് ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ദഹന പ്രക്രിയ, ഇങ്ങനെ മനുഷ്യന്റെ പ്രജനനം, ഇങ്ങനെ ഒരുപാട് മേഖലകൾ ആലോചിച്ച് നോക്കും. മനുഷ്യന്റെ ആഗ്രഹ പൂർത്തീകരണങ്ങൾ, ദാഹശമനം, വിശപ്പടക്കാൻ കഴിയുന്നത്, ഇതൊക്കെ എങ്ങനെയാ? അപ്പൊ ഇതിന്റെ പിന്നിലെ ശക്തിയെ തിരിച്ചറിയണമെന്നതാണ് ഇഖ്റ ബിസ്മി റബ്ബിക് അല്ലദീ ഖലഖ എന്ന് പറഞ്ഞതിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അള്ളാഹുവിൻ്റെ കാരുണ്യവും മഹത്വവും അവിടെ തന്നെ മനുഷ്യനെ ഓർമ്മപ്പെടുത്തുകയാണ്. അറിവിൻ്റെ ഉപകരണങ്ങളെ എടുത്തു പറയുന്നു. അറിവിൻ്റെ ഉപകരണങ്ങൾ പേരയിലൂടെ, എഴുത്തിലൂടെ അറിവ് മറ്റു സമൂഹത്തിന് പകർന്നു കൊടുക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെയും സൂചിപ്പിക്കുന്നു. അങ്ങനെ വിശുദ്ധ ഖുർആനിൻ്റെ വായനയിലൂടെ ഹുദയും റഹ്മത്തും അനുഭവിക്കാൻ കഴിയുക. ഹുദൻ വറഹ്മ, അൽ ഖുർആൻ ഹുദ വറഹ്മ, ഖുർആൻ ഹുദയാണ് റഹ്മത്താണ് എന്ന്.
അപ്പോൾ വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ മറ്റു പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്ലാമിൻ്റെ പ്രത്യേകത തന്നെ, ഇസ്ലാമിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു തത്വശാസ്ത്ര ശേഷിയുണ്ട്. ഇസ്ലാമിൻ്റെ ഐഡിയോളജിക്കൽ സ്ട്രെങ്ത് എന്നത് മറ്റു പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എന്താ? നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ കഴിവ് കൊണ്ട് തന്നെ നിങ്ങൾ നിർമ്മിച്ചെടുത്തതാണ് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. എന്നാലും നമ്മളെക്കാൾ വലുതായിട്ട് അതിനെ പറയാം. ആയിക്കോട്ടെ, അതുകൊണ്ട് പോലും എന്നാ പറയാം, ആവട്ടെ, അതുകൊണ്ട് പോലും കണ്ടെത്താൻ കഴിയാത്ത, അഥവാ മനുഷ്യന്റെ സ്വബുദ്ധി കൊണ്ടോ അവൻ നിർമ്മിച്ചെടുത്ത ബുദ്ധി കൊണ്ടോ ഒന്നും കാണാനും അറിയാനും സാധിക്കാത്ത നമ്മുടെ ജീവിതത്തിൻ്റെ സുഖദുഃഖങ്ങളുടെ വരുംവരായികകളോ കാരണങ്ങളോ പരിഹാരമാർഗങ്ങളോ അവയെക്കുറിച്ച് കൃത്യമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നു. അത് അള്ളാഹുവിൻ്റെ ഖദാ ആണ്, അള്ളാഹുവിൻ്റെ ഖുദ്റത്താണ്. നിങ്ങളുടെ ഉപജീവനം വിശാലമായെങ്കിൽ അത് നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് മാത്രമല്ല, അതിൻ്റെ പിന്നിൽ അള്ളാഹുവിൻ്റെ ഒരു ഖദറുണ്ട്. നിങ്ങളുടെ ഉപജീവനം അല്പം കുടുസായെങ്കിൽ സങ്കടപ്പെടേണ്ട, നിങ്ങളെ കൊണ്ട് മാത്രമല്ല, അതിൻ്റെ പിന്നിൽ റബ്ബിൻ്റെ തീരുമാനമുണ്ട്. സൂറത്തുൽ ഫജ്റിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ രണ്ട് വിഭാഗം ആളുകളെ കുറിച്ച്? ഒന്നേതായിരുന്നു? فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي അഹാനൻ. ഒരുപക്ഷേ വിഭവസമൃദ്ധമായി കിട്ടുമ്പോൾ എന്നെ എൻ്റെ റബ്ബ് ആദരിച്ചു എന്ന് ശുക്ർ ചെയ്യാം. പക്ഷേ വിഭവങ്ങളിൽ പോരായ്മകൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ എൻ്റെ റബ്ബ് എന്നെ കൈയൊഴിഞ്ഞു എന്നൊരിക്കലും പറയരുത്. റബ്ബിൻ്റെ പരീക്ഷണമാണ്. ഫഖദറ അലൈഹി. അങ്ങനെ അത് പടച്ച റബ്ബിൻ്റെ തീരുമാനം അനുസരിച്ചാണ്. നമ്മളെ കൊണ്ടൊന്നിനും സാധ്യമല്ല. അപ്പോൾ ഈ ഐഡിയോളജിക്കൽ സ്ട്രെങ്ത് എന്നത് നമുക്ക് സാധ്യമല്ലാത്ത, നമുക്കറിയാൻ കഴിയാത്ത, ഇവിടേക്ക് വന്നത് എപ്പോഴാണ് എന്ന് പോലും നമ്മൾ അറിഞ്ഞത് പിന്നീട് വായിക്കാൻ അറിഞ്ഞപ്പോഴോ കേട്ടറിയാൻ പറ്റുമ്പോഴോ ന്യൂമറിക്കൽ സെൻസ് വന്നതിന് ശേഷം 27/2/79 ആരോ പറഞ്ഞു തന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. നമ്മൾ ഓരോരുത്തരും അത്രയും കാലം നമ്മൾ എവിടുന്ന് വന്നോന്നോ നമ്മൾ എന്ന് വന്നോന്നോ ഒന്നും നമുക്കറിയില്ല. ഇമ്മാനെയും ബാപ്പാനെയും വേർതിരിച്ച് മനസ്സിലായതും കുറെ കഴിഞ്ഞാൽ അപ്പാനെ നോക്കി ഇമ്മാന്ന് വിളിച്ചിട്ടുണ്ട്, ഉമ്മാനെ നോക്കി ഇപ്പാന്നും വിളിച്ചിട്ടുണ്ട് കുറെ കാലം. പിന്നെയാണ് അങ്ങനെ എല്ലാവരെയും ഇമ്മാന്ന് വിളിക്കും, ചിലപ്പോൾ എല്ലാവരെയും താത്താന്ന് വിളിക്കും, അറിയില്ല. അങ്ങനെ ഒരു കാലം, അത്രേ ഉള്ളൂ നമ്മൾ. എങ്കിൽ നമുക്ക് ഈ നൽകപ്പെട്ട വിശുദ്ധ ഖുർആൻ എന്ന ഹുദയെ കുറിച്ച് ഖുർആൻ പറഞ്ഞ പ്രയോഗം ഇതാ. സൂറത്ത് താഹ 20-ാം അധ്യായത്തിലെ 123 കൃത്യമായി വചനം കാണാം. മനുഷ്യരെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നു. നിങ്ങൾക്ക് പരസ്പരം ശത്രുതകളൊക്കെ ഉണ്ടാകും. എന്നിൽ നിന്ന് നിങ്ങൾക്കൊരു മാർഗദർശനം വരും. അങ്ങനെ ഒരു മാർഗനിർദ്ദേശം നിങ്ങൾക്ക് കിട്ടിയാൽ ആ ഹുദയെ ആര് പിൻപറ്റുന്നുവോ അവർക്ക് അവർ തെറ്റിപ്പോവില്ല. വല യഷ്ക, തെറ്റിപ്പോയാൽ പിന്നെ ഉണ്ടാകുന്നത് ഭയങ്കര ഖേദം, പ്രയാസങ്ങൾ, അതൊന്നും ഉണ്ടാവില്ല. എൻ്റെ ഒരു സുഹൃത്ത്, ഒരു പഠിതാവ്, അവർ ഒരിക്കൽ പറഞ്ഞു, സാർ ജീവിതത്തിൽ അന്നൊരിക്കൽ ഞാൻ ആ ഹുദ, അത് നമ്മളിപ്പോൾ പറഞ്ഞ ഹുദ ഖുർആൻ, അവർ പറഞ്ഞ ഖുർആനിലെ ആ ആയത്ത് കേൾക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഇന്നിവിടെ ഉണ്ടാവില്ലായിരുന്നു. ഇണതുണകൾ രണ്ടുപേരും തീരുമാനിച്ചു, ഇന്ന് രാത്രി നമുക്ക് തീർത്ത് കളയാം. കാരണം രണ്ടുപേർക്കും ഒരുപാട് പ്രയാസങ്ങൾ, അതോടൊപ്പം സാമ്പത്തികമായി അവർക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിധ ബുദ്ധിമുട്ടുകൾ.
അവര് ജീവിതം തീർത്തു കളയാൻ തീരുമാനിച്ചു. അവിടെയാണ് എങ്ങനെയോ അന്നത് കഴിഞ്ഞില്ല, തൊട്ടടുത്ത സമയം അവർ ഖുർആനിൽ നിന്നൊരു വചനം കേൾക്കാനിടയായി. അവിടെ നിന്ന് അവർക്ക് തോന്നി, ഇത് എന്തോ ഒരു ആശ്വാസം നൽകുന്നുണ്ടല്ലോ, പഠിക്കണം, വായിക്കണം. അങ്ങനെ അവർ വായിക്കാൻ തുടങ്ങി, വായിച്ചു. പിന്നീട് ഷെയർ ചെയ്തതാ, സർ അന്നത് കേട്ടില്ലായിരുന്നെങ്കിൽ. ഇപ്പോഴവർ മാരകമായ ക്യാൻസറിന് അടിമപ്പെട്ടു. ഒരുപാട് വലിയ നിലയിൽ വർക്ക് ചെയ്യുന്നതാണ്, ഹൈക്കോടതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സഹോദരി. അപ്പോൾ അവർക്ക് വിശുദ്ധ ഖുർആൻ നൽകിയ ഒരു പ്രചോദനമായിരുന്നു, ജീവിക്കണം. എന്തൊക്കെയായിരുന്നാലും ഇവിടുന്ന് നമ്മളായിട്ട് തീർന്നു പോകണ്ട, അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്നെനിക്ക് ഉറപ്പായി എന്നാണ് പറഞ്ഞു. ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട്, ഇത് എൻ്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ്. സർ പ്രാർത്ഥിക്കണം, അങ്ങനെ എല്ലാവരോടും പ്രാർത്ഥിക്കണം, ഇന്ന് രക്ഷപ്പെടാൻ. ടെസ്റ്റിന് പോവുക, പ്രാർത്ഥിക്കണം. മരുന്ന് കഴിക്കുക, പ്രാർത്ഥിക്കണം. അവരിങ്ങനെ വിളിക്കും, പറയും ഖുർആൻ പഠനം. ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് അവർ പഠിക്കുന്ന വചനങ്ങളെ ഒരുപാട് ആളുകളിലേക്ക് കൊടുത്തിട്ട് അവരൊക്കെ പഠിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ സൂറത്ത് ഇത്ര ആളുകൾ പഠിച്ചു, അൽഹംദുലില്ലാഹ്, എനിക്ക് അതിന് കൂലി കിട്ടൂലേ എന്ന് ചോദ്യം. ഇതാണ്. അപ്പം അവരെ ഇവിടെ ജീവിക്കുവാൻ റബ്ബ് ഇവിടെ തന്ന് ഇവിടത്തെ നസീബ് തേടി ഇവിടെ ജീവിക്കുവാൻ പറഞ്ഞയച്ചപ്പോൾ എൻ്റെ ഹുദ ആരാണോ ഫമനിത്തബഅ ഹുദായ, എൻ്റെ ഹുദയെ അനുഗമിച്ചത്, ഫല യദില്ലു, അവർ വഴി പഴക്കൂല, തെറ്റിപ്പോവില്ല അവർ യാത്രയിൽ. വല യഷ്ക, പ്രയാസങ്ങളൊന്നും അവർക്ക് ഉണ്ടാവുകയില്ല. അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സവിശേഷമായ ഒരു കപ്പാസിറ്റി, അത് അവർക്ക് മാത്രം അനുഭവിക്കാൻ അനിർവചനീയമായ ഒരു കപ്പാസിറ്റിയാണത്. അത് വേറെ ഒരാൾക്ക് അയാളുടെ അനുഭവം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നമ്മളൊക്കെ അനുഭവിക്കുന്ന സമാധാനത്തിന് വ്യത്യസ്തമായിരിക്കും അതിൻ്റെ അളവ്. എന്നേക്കാൾ സമാധാനം അനുഭവിക്കും നിങ്ങൾ പലരും, അല്ലെ നമ്മളെക്കാൾ സമാധാനം അനുഭവിക്കും മറ്റു പലരും. അത്ര തന്നെ സമാധാനം അനുഭവിക്കാൻ കഴിയാത്തവർ വേറെ. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വലിയ സമാധാനമൊന്നുമില്ല, ഇനി ഇപ്പം കുറേയൊക്കെ സമാധാനമുണ്ട്. അന്നത്തെ പ്രശ്നം തന്നെ എപ്പോഴും ജീവിതത്തിലുണ്ട്, എന്നാലും സമാധാനമുണ്ട്. എന്തുകൊണ്ട്? അതാണ് ഈ ദുനിയാവിലെ ജീവിതം നൈമിഷികമാണ് എന്ന യാഥാർത്ഥ്യ ബോധം വിശുദ്ധ ഖുർആൻ വായനക്കാരന് തീർച്ചയായും കാണാനും മനസ്സിലാക്കാനും കഴിയും എന്ന. ഖുർആനെ കുറിച്ച് പറഞ്ഞ പ്രയോഗം തന്നെ ഒരു 4 പ്രയോഗം കാണാൻ വഴിയല്ലോ. 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 56-ാമത്തെ വചനം അല്ലേ? യാ അയ്യുഹൻ നാസു ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽമുഅ്മിനീൻ. 4 കാര്യങ്ങളെ ചേർത്ത് പറഞ്ഞു. ഖദ് ജാഅത്കും മിർ റബ്ബികും, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൽ നിന്ന് വന്നിരിക്കും. മൗഇദത്തും മിർ റബ്ബികും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് മൗഇദ, ഉപദേശങ്ങൾ വന്നിരിക്കുന്നു. എന്തെല്ലാം ഉപദേശങ്ങൾ! ഈ ഒരു ആയത്തിനെ മാത്രം നമ്മൾ വെളിച്ചം പഠിതാക്കൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. ഖുർആനിലെ മവാഇദുകൾ എന്തൊക്കെയാണ് എന്ന്. എവിടെ നിന്ന് തുടങ്ങുന്നു? എല്ലാ മേഖലകളിലും, എല്ലാ തലങ്ങളിലും ഒരു മനുഷ്യന് സമാധാനം നഷ്ടപ്പെടുത്തുന്ന തലങ്ങൾ, അതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു തന്നു. ഒരു മനുഷ്യന് ഏതെങ്കിലും ഒരു വസ്തുവിൽ എന്തെങ്കിലും ഹൈറുണ്ടെങ്കിലും അതിൽ ഷെറ് കൂടുതലുണ്ടെങ്കിൽ അതിനോടടുക്കരുത് എന്ന് പോലും പറഞ്ഞു. ചില കാര്യങ്ങൾ അടുക്കരുത് എന്ന് തന്നെ പറഞ്ഞു, ചെയ്യരുത് എന്നല്ല. അതിനോട് നിങ്ങൾ ആ ഭാഗത്തേക്ക് തന്നെ പോകരുത് എന്ന് പറഞ്ഞു. കാരണം അത് അത്രമേൽ മനുഷ്യനെ പ്രയാസപ്പെടുത്തും. അത് ചെയ്തു പോയതിനോ ഖേദിച്ച് മടങ്ങിയപ്പോലും അവൻ്റെ മനസ്സ് നീ വിഷമം പോല, അവസാന സന്ദർഭത്തിലും പ്രയാസം ഉണ്ടാക്കും. സാമ്പത്തികമായ ഇടപാടുകളിൽ ഏറെ ശ്രദ്ധിക്കണം എന്ന് മനുഷ്യനോട് പറഞ്ഞു. ഈ മരണത്തിന്റെ സമയത്ത്, സക്കറാത്തിന്റെ സമയം നമ്മൾ കണ്ടിരിക്കുന്നവർക്ക് ഒരുപക്ഷെ അയാളുടെ ഒരു അനുഭവമില്ല, എന്താണെന്നറിയില്ല. ആ സന്ദർഭത്തിൽ അയാൾ ജീവിതത്തിൽ ചെയ്തുപോയ, ഹരുതിക്കൂട്ടി ചെയ്തുപോയ തെറ്റുകൾ അയാളുടെ ചുറ്റിലും വട്ടമിട്ട് പറക്കുന്നത് പോലെയാണ്. ഇപ്പം എൻ്റെ വല്ലിപ്പ ഒരിക്കലും പറയാണ്, മരണപ്പെട്ടു, അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. കച്ചവടക്കാരനായിരുന്നു. അപ്പോൾ എന്നോടായിരുന്നു കൂടുതൽ അടുപ്പം. പേരക്കുട്ടി, മൂത്ത പേരക്കുട്ടിയായ എന്നോടാണ്. 11 മക്കളിൽ 1ാമത്തെ മകളുടെ മകനാണ് ഞാൻ. അപ്പോൾ അങ്ങനെ പ്രായാധിക്യമായി, രോഗമായി, എന്ത് മരുന്ന് കഴിച്ചാലും പ്രശ്നമാണ്.
അങ്ങനെ അവസാനം ഏതിനോടും പൊരുത്തപ്പെടാൻ പറ്റാത്ത അവസ്ഥയായി. ഗുളിക കൊടുത്താൽ എന്തിനാ ഇത്ര ഗുളിക, എന്തിനാ ഇത്ര വലിയ ഗുളിക, ഇതാർക്കോ വിഴുങ്ങാനാകുമോ, അങ്ങനെ ചെറുത് കൊടുത്താൽ ഈ ചെറിയതുകൊണ്ടാർക്കോ സൂക്കേട് മാറുമോ, അങ്ങനെ എന്ത് കൊടുത്താലും പിന്നെ വയറ് വീർക്കലായി, അസുഖം എന്താണെന്ന് കാണാതെയായി. ഇതൊക്കെ അലട്ടിയിരുന്ന ഒരു പ്രശ്നം പിന്നീട് അറിയണത്. ആ പ്രശ്നം പരിഹരിച്ച ശേഷം സമാധാനത്തോടുകൂടെ മരണപ്പെടുകയും ചെയ്തു. ആദ്യകാലത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആഹോരാത്രം അധ്വാനിച്ച് രാത്രിയിൽ ഒളിച്ചിരുന്ന് ബോംബ് ഭീഷണിയും വെട്ടുമൊക്കെ ഭയന്ന് പള്ളിയെ സംരക്ഷിക്കാൻ വേണ്ടി ഓടി നടന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരു പ്രധാനി തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നുപോയ ഒരു ചെറിയ തെറ്റ് അദ്ദേഹത്തെ വട്ടമിട്ട് കളിക്കുകയായിരുന്നു. ഒരു 10 റുപ്യ, ചായപ്പൊടിൻ്റെ 10 റുപ്യ ഞാൻ ചായപ്പൊടിക്കാക്കൊക്കെ കൊടുത്തില്ല, ചായപ്പൊടിക്കാക്കാന്നേ പറയാം. ചായപ്പൊടിക്കാരന് 10 റുപ്യ കൊടുക്കാണ്ടായിരുന്നു. ഇത് പിന്നിൽ എപ്പോഴാണ് അറിയണറിയോ? ഒക്കെ കഴിഞ്ഞ് സമാധാനമായപ്പോഴോട് പറയാം, മോനെ ശരി ഒരു 10 റുപ്യൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. എന്തോ അള്ളാൻ്റെ തൗഫീക്കോടെ ഓമ്പടെ വന്ന് കാണാൻ, അയാൾ എങ്ങനെയോ അറിഞ്ഞിട്ട് വന്നതാ, കാണാൻ വന്നതാ, സുഖമില്ലാതെ കിടക്കുന്ന ആളെ വന്നപ്പോൾ ഈ കാര്യം തുറന്നു പറഞ്ഞു. അങ്ങനെ പരസ്പരം അത് പൊരുത്തപ്പിടിച്ചു, പൊരുത്തപ്പിടിച്ചു. കുറേ കൊല്ലം മുമ്പത്തെ 10 റുപ്യ ചിലപ്പോൾ 10 ആയിക്കൂലല്ലോ അതിൻ്റെ മൂല്യം, പക്ഷെ പൊരുത്തപ്പിടിച്ചു, വസൂലായി. അങ്ങനെ അല്പനാളുകൾ കൊണ്ട് സന്തോഷമായി മരണപ്പെട്ടു. ഇത് ഞാനതിൽ നിന്ന് മനസ്സിലാക്കി. അതിന് വേറെ ശാസ്ത്രീയ തെളിവുകളൊന്നും നോക്കണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പഠനങ്ങൾ വേറെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ സമയത്ത് മനുഷ്യൻ കരുതിക്കൂട്ടി അറിഞ്ഞിട്ടും തെറ്റാന്നറിഞ്ഞിട്ടും ചെയ്ത പാപങ്ങൾ അവന് അള്ളാഹു വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ അതിങ്ങനെ പ്രയാസപ്പെടുത്തും. നമുക്കൊക്കെ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ. അപ്പോൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആ ഒരു ഉപദേശം സാമ്പത്തികമായ ഇടപാടുകളിൽ ഹക്കും ബാത്തിലും കൂട്ടിക്കലർത്തരുതെന്ന് പ്രഭാഷണത്തിൽ മാത്രമല്ല, സാമ്പത്തിക ഇടപാടിലും ബാത്തിലായതൊന്നും ഉണ്ടാകരുത് എന്ന് പറഞ്ഞു. യതീമിന്റെ സ്വത്ത് കയ്യിലേക്ക് വരുന്നവൻ അവന്റെ വയർ നിറക്കുന്നത് അഗ്നിയല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആ മേഖലയിലെ ഉപദേശം നമ്മൾ സ്വീകരിക്കണം. പലിശയായിരുന്നാലും അനർഹമായി ഉണ്ടാക്കുന്നതായിരുന്നാലും അന്യായമായി വെട്ടിപ്പിടിക്കുന്നതായിരുന്നാലും ഒരിക്കലും യോജിക്കാത്ത വിധത്തിൽ, ഒരു ലോജിക്കുമില്ലാത്ത വിധത്തിൽ ഇന്നത്തെ വില നാളെ 3 ഇരട്ടിയാക്കിയതായിരുന്നാലും അവിടെയൊക്കെ അനർഹമായത് നമ്മളിലേക്ക് കയറി പോകുന്നുണ്ടോ എന്ന് നോക്കണം. പണ്ടൊരു പാട്ടിൽ പറഞ്ഞിരുന്നല്ലോ അല്ലേ, നേരം വെളുക്കും മുമ്പേ മക്കൾക്ക് അന്നം തേടിക്കൊണ്ട് നെട്ടോട്ടമോടും രക്ഷിതാവേ, നിങ്ങൾ തേടുന്ന ഭക്ഷണത്തിൽ ഹറാമുണ്ടോ ഹലാലുണ്ടോ ചിന്തിച്ചു നോക്കണം പിതാവേ. എവിടുന്ന് കിട്ടിയെന്ന് ഓർമ്മല്ല, ഏണിങ് മാത്രം, ഇവിടുന്ന് ഇങ്ങനെ കുറേ ഉണ്ടാക്കാന്നുള്ളൂ. എവിടുന്ന് കിട്ടി എന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ എങ്ങനെങ്കിലും കുറച്ച് ഉണ്ടാക്കണം എന്ന് കൂട്ടരുത് എന്ന് ഖുർആൻ ഒരുപാടിടങ്ങളിൽ മൗഇള നൽകി. ആ മൗഇള സ്വീകരിച്ചാൽ അത് ശിഫയായി മാറും. ജാഅത്കും മിർ റബ്ബികും മൗഇള വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. ഹൃദയാന്തരത്തിലുള്ള എല്ലാ വൈഷമ്യങ്ങൾക്കും പരിഹാരമായി ആ ഖുർആൻ നിനക്കുണ്ട്, റബ്ബിൽ നിന്ന് വന്നിരിക്കുന്നു. എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും പടച്ച തമ്പുരാനിൽ തവക്കുൽ ചെയ്തു നോക്കാം. നമ്മളിവിടെ നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്യുന്നതോടൊപ്പം റബ്ബിൽ തവക്കുൽ ചെയ്യാതിരുന്നാൽ, റബ്ബിൽ തവക്കുൽ ചെയ്യണം, ശിഫയുണ്ടാകും. ശിഫാഉൽ ലിമാ ഫിസ്സുദൂർ. മനസ്സിലുള്ള പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആയി വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് വന്നിരിക്കുന്നു. അങ്ങനെ ആകുമ്പോഴാണ് അത് ഹുദയും റഹ്മത്തും ആയി മാറുന്നത് എന്ന്. ഇപ്പോൾ ഒരു തമാശയായി പോലും നമ്മൾ ചിന്തിച്ചു നോക്കുക. നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഏറെക്കുറെ അസുഖങ്ങളുടെയും കാരണം നമ്മുടെ ഉദര സംബന്ധമായ കാരണങ്ങളാണെന്ന് പറയാറുണ്ട് അല്ലേ. അത് നിങ്ങളൊരു 3 ദിവസം വാട്ടർ തെറാപ്പി ചെയ്യണം, അല്ലെങ്കിൽ വാട്ടർ ഫാസ്റ്റിംഗ് നടത്തണം, ലിവർ ഫങ്ഷൻ ക്ലിയർ ചെയ്യണം, ഏറെക്കുറെ പ്രശ്നമൊക്കെ അല്ലാണ്ട് പോകും എന്നൊക്കെ ചിലപ്പോൾ പറയും ചിലർ. അല്ലെങ്കിൽ ഭക്ഷണം കുറച്ച് കാലം ഒരു 3-4 മാസം എങ്ങനെയാക്കി നോക്കണം എന്നാലും മാറും എന്ന് പറയും. ഇങ്ങനെയൊക്കെ പറയും. ഏറെക്കുറെ പരിഹൃതമാകുന്ന കാര്യമാണ്. എവിടെയാ പ്രശ്നം? എൻ്റെയും നിങ്ങളുടെയൊക്കെ ആഹാര രീതി നോക്കൂ.
അഹിതവും അമിതവുമായ ആഹാരം കഴിക്കരുത് എന്ന് ഖുർആൻ അടിക്കടി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അമിതവും അഹിതവുമായി ആഹാരം പാടില്ല എന്ന്. പക്ഷെ നമ്മളതൊന്നും നോക്കാറില്ല. നമ്മളങ്ങ് തിന്നും, എന്തും തിന്നും, എങ്ങനെങ്കിലുമൊക്കെ തിന്നും. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു ചായ കുടിക്കാൻ കയറിയ സമയത്ത് അവിടെ 3 ബോർഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, തൂക്കിയിട്ടതാണ്. അതിൽ ഒന്ന് പ്യുവർ കോക്കനട്ട് ഓയിൽ ആണ് ഉപയോഗിക്കുന്നതാണ്. 2 പിന്നെ ഒരു കുൾബാർ ബേക്കറി ഉണ്ടാവും. 2ാമത്തത് എന്തായിരുന്നു, പിന്നെ ഇതാണ് അജിനോമോട്ടോ തീരല്ല, ഉപയോഗിക്കുന്നില്ല. 3ാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇത് 3 വായിച്ച് ഞാനത് ചായ പിടിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇയാളെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഈ 3 എഴുതി ശരി തന്നെയാണോ, നിങ്ങൾ വെറുതെ എഴുതിയതാണോ, കച്ചവടം പിടിക്കാൻ എഴുതിയാണോ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ആണോ എന്ന് ചോദിച്ചു. ഇയാൾ ഞാൻ ഹെൽത്തുണ്ടെങ്കിൽ വരുന്നതാണോ എന്ന് അറിഞ്ഞിട്ടാണോ, ഇല്ല ഒക്കെ കറക്റ്റ്, ഇത് പെർഫെക്റ്റാണ്, പ്യുവർ, ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അവിടെ ഇനി തിരിച്ച് നമ്മൾ ആലോചിക്കുക, നമ്മൾ കഴിക്കുന്നത് ഇതുപോലെ നമ്മുടെ ശരീരത്തിന് ഹാനികരമാണെന്ന് ബോധ്യമുള്ള ഭക്ഷണമാണെങ്കിൽ അത് ഞാൻ കഴിക്കില്ല. അതിൻ്റെ 1.5 വയസ്സ്, 2 വയസ്സ്, 6 മാസം, 7 മാസം, 10 വയസ്സുള്ള കുട്ടിക്ക് വാങ്ങിക്കൊടുക്കൂല എന്ന് നമ്മളെ കൊണ്ട് തീരുമാനിക്കാനായോ? കുടിക്കുന്ന വെള്ളത്തിലേക്ക് നോക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ അതിലെന്തെങ്കിലും ഉണ്ടോന്നൊക്കെ അറിയാനും പറ്റും. നമ്മളെ മക്കൾക്ക് പറഞ്ഞ 1.5 വയസ്സുള്ള ചെറുതിന് അല്ല ഇതെന്താണെന്ന് പോലും അറിയാത്ത കുട്ടിക്ക് നമ്മൾ വാങ്ങിക്കൊടുത്തത് മാനുഫാക്ചറിങ് ഡേറ്റ്, പാക്കിംഗ് ഡേറ്റ് മാസങ്ങൾക്ക് മുമ്പല്ലേ, കഴിഞ്ഞ കൊല്ലം 2-ാം മാസം. ഇനിയിത് തീരുക 3 കൊല്ലം കഴിഞ്ഞിട്ട് 4-ാം മാസം തീരും എക്സ്പയറി ഡേറ്റ്. നമ്മളിത് വാങ്ങിയിട്ട് അങ്ങനെ തന്നെ അതിലെന്ത് ചെയ്യുക, അതുകൊണ്ട് ടൈമിൽ ഒട്ടിച്ച് വെച്ചൊരു പൈപ്പുണ്ട്, പൈപ്പ് അതിൻ്റെ ഉള്ളിൽ ഇറക്കി കുഞ്ഞാണ് കുടിക്കാൻ കൊടുത്തില്ലേ, നമ്മൾ ശീലിപ്പിച്ചില്ലേ. സ്നേഹമുള്ള ഉമ്മയാണ്, സ്നേഹമുള്ള ഉപ്പയാണ്. എന്തും പറയുന്നത്, എന്തും ആവശ്യപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത് എന്തും മക്കൾക്ക് തിന്നാൻ കൊടുക്കണ്ട, കുടിക്കാൻ കൊടുക്കണ്ട എന്നല്ല പറഞ്ഞത്. കൊടുക്കണം, പക്ഷേ ഹിതമായതായിരിക്കണം, മിതമായിട്ടായിരിക്കണം. അപകടമുണ്ടാക്കുന്നതാവരുത്, രോഗം വരുത്തുന്നതാകരുത്, ഇസ്രാഫിന് കാരണമാകും, ഇസ്രാഫ് എന്ന് പറയുന്ന വിധത്തിലാവരുത്. ഇന്നത്തെ വലിയ പ്രശ്നം ആളുകൾ പറഞ്ഞ് നിർത്തിയെന്ന് തോന്നുന്നു ഇസ്രാഫ്. ഇപ്പൊ നമ്മളാൾക്കാരല്ല പറയണത്, ഇപ്പൊ പൊതുപ്രവർത്തകരായ ആളുകൾ പറയാൻ തുടങ്ങി. ഖുർആനിന്റെ അനുയായികളെന്നോ ഒന്നും പറയപ്പെടാത്ത ആളുകൾ ഇപ്പൊ പറയാൻ തുടങ്ങി. കല്യാണങ്ങളുടെ പേരും നിറവും ഒക്കെ ചേർത്തിട്ട് ഇത് എവിടുന്ന് ഉണ്ടായതാണ്. നമ്മൾ കുറേ കാലം പറഞ്ഞു, പിന്നെ നമ്മൾ തന്നെ അത് ചെയ്യുന്നതുകൊണ്ട് മാറ്റം വരാത്തത് കൊണ്ട് പറയലും ചെയ്യലും നമ്മൾ തന്നെയാണ്. നമ്മൾ ഇവിടുന്ന് പറയും, ഇപ്പുറത്ത് വെച്ച് നമ്മൾ അതിനെ അതേ കാര്യം ചെയ്യും. അരുതെന്ന് ഇവിടുന്ന് പറയും, അപ്പുറത്ത് വെച്ച് നമ്മൾ തന്നെ ചെയ്യും. നമ്മളെ മോളെ കല്യാണം വരുമ്പോഴേക്കും നമ്മൾ തന്നെ മറന്നു. അയൽവാസിന്റെ കുട്ടി നടത്തിയപ്പോൾ ഭയങ്കര കച്ചറ. നമ്മൾ അവിടെ നോക്കി എക്സ്റേ കണ്ണുമായിട്ട് നമ്മൾ പോയി. പക്ഷെ ഈ മൗഇദത്ത് ഞാൻ പറഞ്ഞ ഒരൊറ്റ ആയത്തിൽ നിന്നുകൊണ്ട് വിശദീകരിച്ച് പോവല്ല, മൗഇദത്തുകൾ ഒരുപാടുണ്ട്. ആ ഖുർആനിന്റെ മൗഇദത്തുകളെ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും പരിഹാരമുണ്ടാകും. അത്രത്തോളം ഹുദയാണ്, റഹ്മത്താണ്, കാരുണ്യമാണ്, സന്മാർഗ ദർശനമാണ് വിശുദ്ധ ഖുർആൻ എന്നാണ്. നമ്മൾ ഒന്നുകൂടെ ആലോചിക്കുക, എത്രത്തോളം സമയം നമ്മൾ ഇതിനു വേണ്ടി ഈ മനഃശാന്തിയും ആത്മീയ സംതൃപ്തിയും ഖുർആൻ പഠനത്തിലൂടെ സാധ്യമാകുമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ. ഇപ്പൊ ഖുർആൻ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും മനുഷ്യന്റെ ഹൃദയം സമാധാനപ്പെടുമെന്നാണ്. അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കും എന്ന് സൂറത്തുർ റഅദ് 13-ാം അധ്യായത്തിലെ 28-ാമത്തെ വചനത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. സൂറത്തുർ റഅദും വായിച്ചു പോയതാണ്. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ദിക്റുള്ള കൊണ്ട് മാത്രമാണ് സമാധാനം കിട്ടുകയെന്ന്. നമ്മൾ ഇനിയൊന്ന് ആലോചിച്ച് നോക്കൂ, ലക്ഷങ്ങൾ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സ്വത്തുണ്ട്, എത്ര ഉള്ളതെന്ന് പോലും നല്ലോണം നമുക്കറിയില്ല, ഒരുപാട് ഷെയർ ഉണ്ട്, ഒരുപാട് കമ്പനികളുണ്ട്. അങ്ങനെയുള്ള ഞാൻ ആശുപത്രിയിൽ രോഗമായി കിടന്നാൽ സമാധാനത്തോടെ കിടക്കാൻ കൊണ്ടാവുമോ? പൈസ കുറേ ഉണ്ട്, അതുകൊണ്ട് സുഖേട് എന്ത് വന്നാലും കുഴപ്പമില്ലെന്ന് ആരെയും പറയോ? പൈസ കൊണ്ട് തീരൂല, അത് നമുക്കറിയാം. പണം കൊണ്ട് നമ്മുടെ സമാധാനം എടുക്കാൻ നമുക്ക് കഴിയില്ല, നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമാവാൻ കഴിയില്ല. ആത്യന്തികമായി അതിനു വേണ്ടത് മനസ്സിനുള്ളിലെ ഒരു കരുത്താണ്.
ആ മാനസിക ശക്തി പകരുന്നത് നമ്മെ സൃഷ്ടിച്ച റബ്ബിൽ നിന്നുള്ള സന്ദേശം സ്വീകരിക്കുക വഴി മാത്രമായിരിക്കും എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. അലാ ബിദിക്രില്ലാഹ് തത്മഇന്നുൽ ഖുലൂബ്. ഒരുപക്ഷെ ശീതീകരിച്ച റൂമിൽ, ശീതീകരിച്ച വാഹനത്തിൽ നിന്ന് പുറത്തെ തണുപ്പും ചൂടും അനുഭവിക്കാതെ കയറിയിറങ്ങുന്ന മനുഷ്യൻ അന്തി ഉറങ്ങുമ്പോഴുള്ള സമാധാനത്തെക്കാളും സമാധാനം അനുഭവിക്കുന്നുണ്ടാവും പൊടി തട്ടിയിട്ട് പീഡികത്തിണ്ടയിൽ കടലാസ് വിരിച്ചു കിടന്ന് ഉടുത്ത തുണി എന്ന മേലേക്ക് ഒന്നായിട്ട് പൊതച്ച് കിടക്കുന്നവൻ. ഓൻ്റെ വിശ്വാസത്തിന്റെ മേഖല പറയല്ലേ, ഓൻ ഇവിടെ വേറൊന്നും അല്ല പ്രതീക്ഷിക്കുന്നത്, എന്നിട്ട് തന്നെ ഓന് സമാധാനമുണ്ട്. അപ്പൊ ദൈവികമായ സന്ദേശങ്ങളെ ഖുർആൻ പാരത്രിക ജീവിതത്തിന്റെ കുടുസതയുടെ കാരണം പറഞ്ഞെടുത്ത് ഒരുപക്ഷെ വ്യക്തികൾ ഓരോരുത്തരും അറിയുന്നതായിരിക്കാം ദുനിയാവിലെ തന്നെ മാനസിക കുടുസത. ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. ഇത് കേൾക്കേണ്ടി വരുന്ന ഹതഭാഗ്യരിൽ നമ്മളാരും ഉൾപ്പെടാതിരിക്കട്ടെ. ആമീൻ. എന്താണ് വിഷയം? വമൻ അഅറദ അൻ ദിക്രി, എന്നെ സ്മരിക്കുന്നതിൽ നിന്ന്, ഈ പറഞ്ഞ ഖുർആൻ പഠനത്തിലൂടെയൊക്കെ എത്തിപ്പെടാൻ പറ്റുന്ന ദൈവിക സ്മരണ, അതിൽ നിന്ന് ദിക്റിൽ നിന്ന് ആര് പിന്തിരിഞ്ഞു പോയോ അവന് കുടുസായ ലൈഫായിരിക്കും, വിശേഷിച്ച് പരലോകം. അവിടുന്ന് അവൻ പറയും, അന്ധനായി ഒരുമിച്ച് കൂട്ടപ്പെട്ട സമയത്ത് അവൻ റബ്ബിനോട് ചോദിക്കും, റബ്ബേ എനിക്ക് കണ്ണുണ്ടായിരുന്നല്ലോ, കാഴ്ച ഉണ്ടായിരുന്നല്ലോ, പിന്നെ എന്തേ ലിമ ഹശർതനി അഅ്മ. റബ്ബ് പറയുന്ന കാര്യം ഖാലകദാലിക്, സംഗതിയൊക്കെ ശരി, അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ദുനിയാവിൽ ഞാനൊരു ഹുദ നൽകിയിരുന്നു, ആ ഹുദ അനുഗമിക്കണം എന്നും പറഞ്ഞിരുന്നു. അങ്ങനെയായാൽ നിനക്ക് പ്രയാസം ഉണ്ടാവില്ല എന്നും പറഞ്ഞിരുന്നു. പക്ഷേ നീ അത് അവഗണിച്ചു. അതുകൊണ്ട് ഇന്ന് നിന്റെ കാര്യം ഞാനും മറന്നുപോയതാണ് എന്ന് പറയാം. റബ്ബിന് മറവില്ല. പക്ഷേ ഒരാളെ കാഴ്ച ഉണ്ടായിരുന്ന ഒരാൾക്ക് കാഴ്ച കൊടുക്കാതിരുന്നു, എടുത്തു കളഞ്ഞു അവിടുന്ന്. അങ്ങനെ ഒരുമിച്ച് കൂട്ടി. അപ്പോൾ ചോദിച്ചവൻ പറയാം, കാര്യം ഞാൻ വിട്ടുപോയതാണ്. വിട്ടുപോകാൻ കാരണതാ, കരുതിക്കുട്ടി വിട്ടതാന്നർത്ഥം. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, എന്ന് നിങ്ങൾ ദീനീ ബോധത്തിൽ നിന്നകലുന്നുവോ അന്ന് നിങ്ങളെ അള്ളാഹു നിന്ദ്യതയാൽ മൂടുമെന്ന് ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഓർമ്മപ്പെടുത്തിയത് നമ്മുടെ മനസ്സിലും നിൽക്കട്ടെ. ദീനീ ബോധമുള്ളവരായി മാറാൻ നമ്മൾ ആലോചിക്കുക. ഇന്ന് നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് എന്ത് സന്തോഷം! നമുക്കിത് വലിയൊരു ഹൈറായിട്ട് രേഖപ്പെടുത്തപ്പെടുകയല്ലേ. ഇതിങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ വ്യവസ്ഥാപിതമായി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഓരോരുത്തരുടെ നാട്ടിലും ഇങ്ങനെ കൂടിയിരുന്ന് പല സ്ഥലത്തുണ്ട്. പക്ഷെ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ എന്താണെന്ന് വെച്ചാൽ വിളിച്ച് ഇങ്ങനെ കൊണ്ടുവരണം. വേണ്ട, ഇതെൻ്റെ ആവശ്യമാണ്, ഈ പഠനം, അത് പഠിപ്പിക്കാൻ അറിയുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടെ വായിച്ച് പറഞ്ഞു തരാൻ പറ്റുന്ന ആളുകളുണ്ട്, അവരെ കൂട്ടി നമ്മളിങ്ങനെയാണ് പഠിക്കുക. അങ്ങനെ പുരയിലുള്ള എല്ലാവരും കൂടെ ഒന്ന് പോയി പഠിക്കുക. അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം അതിനു വേണ്ടി ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഒരു രംഗാലോചിക്ക് എന്ത് സുഖം ഉണ്ടാവും. മോനും അല്ലേ, അപ്പയും ഉമ്മയും മോനും മരുവളും ഇങ്ങനെ എല്ലാവരും കൂടെ ഇറങ്ങിപ്പോകുന്ന ഒരു രംഗം, അത് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യം. ഇരു ലോകത്തെയും ഹൈറിലേക്ക് നയിക്കുന്ന ഘടകമാണ് എന്ന്. എങ്ങനെയാണ്, ഞാൻ അവസാനിപ്പിക്കാം, 6 മണിയാവുകയാണ്, അവസാനിപ്പിക്കാൻ പോവാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഖുർആനുമായി ബന്ധപ്പെടുമ്പോൾ 2-3 കാര്യങ്ങൾ ഇപ്പോൾ പലപ്പോഴും പല ആളുകളും എന്താണെന്ന് വെച്ചാൽ ഖുർആനിൻ്റെ ഹാഫിളുകൾ മാത്രമായിട്ട് അങ്ങനെ പോകാം അല്ലേ. ഒരുപാട് ഹാഫിളുകളുണ്ട്. മോനെ ഞാൻ ഹിഫ്ള് പഠിക്കാൻ പറഞ്ഞേച്ചാ അവന് ഹിഫ്ളാക്കി 1-2 കൊല്ലം കഴിയുമ്പോൾ അല്ല 6 മാസം കഴിയുമ്പോൾ അവന് ഹിഫ്ള് മറന്നിട്ടുണ്ടാവും. ഓ പണ്ട് ഹാഫിളായി അതന്നെ ഹിഫ്ള് മാത്രം. അങ്ങനെ ഹിഫ്ള് ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ഹൈറാണ്, ചെയ്യണം, ഹിഫ്ള് വേണം.
പക്ഷെ ഹിഫ്ള് എന്ന് പറഞ്ഞാൽ അത് മനപ്പാടാക്കൽ മാത്രമല്ല, ഖുർആനിനെ സംരക്ഷിക്കലാണ് എന്ന ഒരു ബോധം ഉണ്ടാക്കണം. ഖുർആനിന്റെ സംരക്ഷണത്തിന്റെ ഒരു തലം നമ്മൾ ആ 6236 ആയത്തുകളും 114 അധ്യായവും അങ്ങനെ ഹൃദിസ്ഥമാക്കിയിട്ട് നമ്മളുടെ പ്രവർത്തനത്തിൽ ഈ ആയത്തിന്റെ ഒന്നും കാണുന്നില്ല, അല്ലെങ്കിൽ കാണുന്നതൊക്കെ ആയത്തുകൾക്ക് എതിരുള്ളതാണെങ്കിൽ നമ്മൾ ഖുർആനെ സംരക്ഷിക്കുകയാണോ ചെയ്യുന്നത്, ഖുർആനെ പരിഹസിക്കുകയാണോ ചെയ്യുന്നത് എന്ന ചോദ്യം. അപ്പൊ ഹാഫിളുകൾ മാത്രമായി ചിലർ, സാമിഉകൾ കേൾവിക്കാർ മാത്രമായി ചില ആളുകൾ, വാഇളുകൾ മാത്രമായി ചില ആളുകൾ, ആമിലുകൾ വളരെ കുറവ്. ആലിമുകളുണ്ട്, ആമിലുകൾ കുറവ്. ഇന്ന ലില്ലാഹി അഹ്ലീന, അള്ളാഹ്ക്ക് ചില ആൾക്കാരുണ്ട്. ആരാന്ന് വെച്ചോ പറഞ്ഞു, അവർ ഖുർആന്റെ ആൾക്കാരാ. അതിന്റെ വിവരണം പറഞ്ഞെന്തറിയോ? അൽ ആലിമൂന ബിഹി വൽ ആമിലൂന ഫീഹി. അൽ ആലിമൂന ബിഹി, ഖുർആനെ കുറിച്ച് നന്നായി അറിയുന്നവരാ, പഠിക്കുന്നവരാ. വൽ ആമിലൂന ഫീഹി, അതിലുള്ളതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാ. അഥവാ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്ന് പറഞ്ഞതിനോട് അത് പ്രവൃത്തി പദത്തിൽ കൂടെ കൊണ്ടുവരുന്ന ആളുകളാണ്. ഞാൻ പറയാം. ഒന്ന്, വിശുദ്ധ ഖുർആനിൻ്റെ തിലാവത്ത്, പാരായണം, അത് വളരെ പ്രധാനം. പാരായണം ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രഭാത പ്രദോഷങ്ങളിൽ ഖുർആനിനെ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുക എന്നത് വളരെ പ്രതിഫലാർഹമായ കാര്യമാണ്. ഖുർആനിനെ പാരായണം ചെയ്യാം രാവിലെയും വൈകുന്നേരവും ഒക്കെ. ഇപ്പോൾ എൻ്റെ വീട്ടിലെ ഒരു സുഹൃത്ത് പണിക്ക് വരും. അപ്പോൾ ഇവരെ കാണാതെ എന്നോടൊരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, വണ്ടിയായിട്ട് ഇന്ന സമയം. അപ്പോൾ ആ സമയമായിട്ട് അദ്ദേഹം ഇവിടെ എത്തിയില്ല. അപ്പം ഞാൻ ചോദിച്ചു പറഞ്ഞ് ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ വീടിന് അടുത്തെത്തി. ഒരു ചെറിയൊരു പോരായ്മയൊക്കെ ഉള്ള ആളാണ്, കുറവൊക്കെ ഉള്ള ആളാണ്, അതായത് ഒരു പ്രയാസമുള്ള ആളാണ്. പൂർണ്ണനായിട്ടില്ല എന്ന് പറയാം നമുക്ക് വേണേൽ. ബുദ്ധിപരമായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ എത്തി വണ്ടി കയറി. ഞാൻ ചോദിച്ചു, എന്തേടാ ഈ നേരം പോയി, നമ്മൾ കുറേ സമയമായില്ലേ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, കുഴപ്പമില്ല, ഞാനേ ഏതൊക്കെ സൂറത്ത് പറഞ്ഞാൽ യാസീനും മുൽക്കും ഒന്നുകൂടെ പറഞ്ഞു. അങ്ങനെ 3 സൂറത്ത് ഞാൻ എന്നും രാവിലെ അത് ഓതലുണ്ട്. ഇന്ന് ഞാൻ ലേശം എണീക്കാൻ വൈകിപ്പോയി, അത് ഓതാൻ സമയമെടുത്തതുകൊണ്ട് വൈകിപ്പോയത്. എനിക്കെന്തോ പറയാൻ പറ്റുമോ? ഞാനിങ്ങനെ ആലോചിച്ചു, പഠിച്ചോണ്ട് ഞാനിന്ന് രാവിലെ എത്ര ഒന്നും ഞാൻ ഓതിയില്ലല്ലോ. അപ്പൊ അത് ശീലമാക്കിയ ഒരുപാട് ആളുകളുണ്ട്. കേവല പാരായണം, അധര വ്യായാമം കൊണ്ട് മാത്രം പ്രതിഫലം ഉണ്ടോ? ഇല്ല, ഉണ്ട്, പ്രതിഫലമുണ്ട്. പക്ഷെ അത് പോരാന്നുള്ളത് വേറെ വിഷയം പറയാം. ഇതുവരെ പറഞ്ഞ അതാണല്ലോ. കേവലം ഒരു അലിഫ് വായിക്കുന്നതിന് പോലും 20 പ്രതിഫലം കിട്ടുമെങ്കിൽ, ലാം എന്ന് വായിക്കുമ്പോൾ 10 നന്മ ചെയ്ത പ്രതിഫലവും ചെയ്ത 10 തിന്മകൾ കൊഴിഞ്ഞു പോകുന്ന നേട്ടവും ഉണ്ടെങ്കിൽ, നമ്മളെ തിന്മകളെ കരിച്ചു കളയാൻ പറ്റുന്ന ഒരു ക്ലീനിങ് പ്രോസസ്സായിട്ട് ഈ പാരായണത്തെ ബോധ്യപൂർവം നമുക്ക് ചെയ്തൂടെ? രാവിലെയും വൈകുന്നേരവും ഏറ്റവും ഹൃദ്യമായ ഒരു സമയമാണത്. പുലർക്കാലത്ത് സമയം കിട്ടും. ഖുർആൻ പറഞ്ഞു, ഇന്നലക ഫിന്നഹാരി സബ്ഹൻ തവീല. നിനക്ക് പകല് കുറെ പണിയുണ്ട്. ഈ പറയണത് ശരിയാ. എവിടെ നേരം കിട്ടാന്ന് ചോദിക്കലുണ്ടല്ലോ നീ. ശരിയാ, പകൽ നിനക്ക് ഓടാൻ, നീന്താൻ ഒരുപാട് ജോലികളുണ്ട്. നേരെ കിട്ടില്ല. 24 മണിക്കൂർ മതിയാത്ത ആൾ തന്നെ. ശരിയാ. പക്ഷേ രാത്രി ഉണ്ടല്ലോ, ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖവമു ഖീല. രാത്രിയുടെ അന്ത്യസമയം, അതിലേതെങ്കിലും ഒരു സമയം, ആ സമയത്ത് നിനക്ക് കഴിയുമെങ്കിൽ അത് ഒരു വലിയ കാൽവയ്പ് തന്നെയാണ്. അതൊരു വലിയ ശക്തി പകരുന്ന ഒന്ന് തന്നെയാണ്. അതിലൂടെ നിന്നെ മഖാം മഹ്മൂദ്, നിനക്ക് പരലോകത്ത് ഉത്തമമായ ഉന്നതമായ പദവി പോലും നൽകപ്പെടും. ആ സമയത്ത് ഖുർആൻ പാരായണം, വായന, പഠനം
ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. അത് സാക്ഷ്യം വഹിക്കുന്നതാണ്. ഏറെ ശ്രദ്ധേയമായിരിക്കും ഫജ്ർ സമയത്ത് ഖുർആൻ പാരായണം. കഴിയോ നമുക്ക് ഒരു 4 മണിക്ക് എഴുന്നേറ്റ് 5 ആകുമ്പോൾ അല്ല 5 മണിയാകുമ്പോഴേക്ക് നമുക്ക് കുറഞ്ഞ സമയം നിസ്കരിച്ച് ഒരു 3, 5, 7 ഒക്കെ നിസ്കരിച്ച് ആവുന്നത്ര സുബഹിൻ്റെ ബാങ്ക് വരെ ഒന്ന് നിസ്കരിച്ച് ആ നമസ്കാരത്തിൽ കുറച്ചൊക്കെ പാരായണം ചെയ്ത്, അല്ലെങ്കിൽ നമസ്കാര ശേഷം കുറച്ചൊക്കെ പാരായണം ചെയ്ത് ഒന്ന് ചെയ്തു നോക്കാം. നമ്മളൊക്കെ ചെയ്യുന്നവരായിരിക്കും. എന്നാലും അത് വല്ലാത്തൊരു ശ്രമകരമായ ഒരു പണി തന്നെയാണ് ശീലാക്കുക എന്നുള്ളത്. അങ്ങനെയൊന്ന് ശീലമാക്കി നോക്കിയാൽ നമുക്കുണ്ടാകുന്ന പരിവർത്തനം നമ്മുടെ മനസ്സിന് അത് വേറെ ആർക്കും കാണാൻ കഴിയില്ല. നമുക്കത് അനുഭവിക്കാൻ കഴിയും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ പാരായണം വളരെ പ്രധാനമാണ്. പക്ഷേ ആ പാരായണം എങ്ങനെ ആയിരിക്കണം എന്നത് അതിനോട് ചേർത്ത് വെക്കുന്ന രണ്ടാമത്തെ ഘടകമാണ്. അള്ളാഹുവിൻ്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ. പടച്ച റബ്ബിൻ്റെ കലാമാണ്. പടച്ച റബ്ബിൻ്റെ കലാമ് അന്ത്യദിനം വരെ നിലനിൽക്കുന്ന ഗ്രന്ഥമാണത്. ആ അന്ത്യദിനം വരെ നിലനിൽക്കുന്ന ഗ്രന്ഥത്തിൻ്റെ ആശയവും പരിപൂർണമാണ്. പരിപൂർണമായ ആശയത്തെ നമ്മൾ കൊണ്ടുപോയിട്ട് അക്ഷരം തെറ്റിച്ചോ വാക്ക് മാറ്റിയോ കളങ്കപ്പെടുത്തിയാൽ അത് മലിനീകരണം നടത്തലാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ വിശുദ്ധ ഖുർആനിനെ വായിക്കുമ്പോൾ ഏറെ ശ്രദ്ധയോടെ അക്ഷരങ്ങൾ സ്ഫുടമായി ഉച്ചരിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം. അറബിയത്തിൽ നിന്ന് കടക്കാതെ ആയിരിക്കണം. അതിനാണ് ഈ തജ്വീദ് പഠിക്കുക നമ്മൾ പറയല്. അപ്പോൾ മുമ്പ് ഞാൻ ഈ തജ്വീദ് പഠനത്തിന് ഇപ്പോൾ 11ാമത്തെ വർഷം TTQ എന്നൊരു കോഴ്സ് നടത്തുന്നുണ്ട്. തദ്രീബു തജ്വീദിൽ കൂടെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ 7 ദിവസം പുളിക്കലൊരു തജ്വീദ് ക്ലാസ് ഉണ്ടായിരുന്നു. 7 ദിവസം 4+3 അങ്ങനെ 2 സമയത്തായിട്ട് ഒരേ കാലത്ത്. അതിൽ പങ്കെടുത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ടീച്ചേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ മണ്ഡലത്തിലെ കുറേ ടീച്ചേഴ്സിന് 7 ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ പങ്കെടുത്ത 4 ദിവസം അങ്ങനെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ 11ാമത്തെ വർഷമാണ് ഇപ്പോൾ തജ്വീദ് പഠനത്തിന് വ്യവസ്ഥാപിതമായ ഒരു കോഴ്സാണ് നമ്മൾ അങ്ങനെ സർട്ടിഫിക്കറ്റ് കോഴ്സായിട്ട് നടത്തുന്നത്. അതുകൊണ്ട് ഒരുപാട് മദ്രസകളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് മദ്രസകളിൽ ആയിരക്കണക്കിന് ആളുകൾ പഠനം നടത്തിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അത് ഏറെക്കുറെ ആധികാരികമായി ഒരാൾക്ക് തജ്വീദ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനും പറ്റും, അപ്ലൈ ചെയ്യാനും പറ്റുന്ന രീതിയിൽ. ഇന്നിപ്പോൾ ഞാൻ രാവിലെ വരുന്നത് അരീക്കോട് മൂർക്കനാട് വെച്ചാണ്. മൂർക്കനാട് 50-ലധികം പഠിതാക്കളുണ്ട്. അവിടുത്തെ എല്ലാ ആളുകളുണ്ട്. കുട്ടികളുണ്ട്, വലിയവരുണ്ട്, ലേഡീസ് ഉണ്ട്, ജെൻസ് ഉണ്ട്, അധ്യാപകർ, എല്ലാ ആൾക്കാരുണ്ടാവും. രസകരമായി ചൊല്ലിപ്പറഞ്ഞ് പഠിക്കുകയാണ് അക്ഷരം മുതൽ. പലർക്കും അറിയില്ല. ഞാൻ ക്ലാസ്സിൽ ആദ്യം ചെയ്തത് അറബി അക്ഷരമാല എഴുതാൻ പറഞ്ഞതാണ്. എന്നും ഓതുന്ന, എന്നും കേൾക്കുന്ന, ദിവസം 17 വട്ടം കേൾക്കുന്ന ഫാത്തിഹയിലെ ഫാ മാത്രമേ ഫാത്തിഹയിലില്ലാത്തുള്ളൂ. ബാക്കിയല്ലോ അല്ലേ? ആ ഫാ ഒഴികെ ബാക്കിയല്ലോ എഴുതാൻ കിട്ടണ്ടേ നമുക്ക്, അല്ലേ പറയാൻ കിട്ടണ്ടേ? ആദ്യം എഴുതുന്നവർ കൈ പൊന്തിക്കാൻ പറഞ്ഞു. നോക്കുമ്പോൾ കൈ പൊന്തില്ല, കൂട് പൊങ്ങണ ഏതെങ്കിലും ഒരു രീതിയിൽ ഒന്നിങ്ങനെ പൊന്നു. അങ്ങനെ ഈ 50 ആളെ കൂട്ടത്തിൽ 3-4 ആൾക്കാർ പൊന്നു. ഓക്കെ, അവസാനിച്ചു. കുറച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലെറ്റർ എഴുതാൻ പറഞ്ഞു. ആ കയ്യെങ്ങനെ പൊന്തല്ലേ, പാട്ടൊക്കെ പൊട്ടണായി കൈ പൊന്താ. എല്ലാം ശരിയാ, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആദ്യമായി ബോധ്യത്തോടെ കേട്ടത് അറബിയാണ്. ബോധ്യത്തോടെ അല്ലെങ്കിലും ആദ്യമായി നമ്മളെ കേൾപ്പിച്ചത് അറബിയാണ്. ആരും പഠിച്ചോനാ വലിയ ചെവി കേൾപ്പിച്ചില്ല. കുഞ്ഞിനെ കിട്ടുന്നതിൻ്റെ വാപ്പാടാ വല്യാപ്പാടാന്ന് വെച്ചും കഴിഞ്ഞു വല്യാപ്പൻ്റെ വാപ്പൻ്റെ കയ്യിൽ കൊടുത്തിട്ട് നമുക്ക് കേൾപ്പിച്ചത് ഈ കലിമയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ബാങ്കൊലിയ കേൾപ്പിച്ചത്. ഇനി നമ്മൾ മരിക്കാൻ നേരവും ചെല്ലാൻ ഉദ്ദേശിച്ച് പഠിച്ചോനല്ലാതെ ആരുമില്ല എന്നല്ല. നമ്മൾ ചെല്ലുകയാണെങ്കിൽ ഉറക്ക ചെല്ലുകയാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തന്നെ അറബിയൻ നമ്മൾ ചെല്ലും. കഴിയട്ടെ, അല്ലെങ്കിൽ അത് ഉണ്ടാവട്ടെ പ്രവർത്തനത്തിൽ. ആമീൻ. പക്ഷെ എന്നിട്ട് നമുക്ക് ഈ ഖുർആനിന്റെ അജയ്യമായ വിശുദ്ധ ഖുർആനിന്റെ ഭാഷയായ അറബിയിലെ അക്ഷരങ്ങളെ സ്ഫുടമായി ഉച്ചരിക്കാൻ കഴിയാതെ പോകുന്നുവെങ്കിൽ ദൈവിക വചനത്തിന്റെ പ്രാധാന്യം, അതിന്റെ ശബ്ദം, അള്ളാഹുവിന്റെ കലാമിന് ശബ്ദം നൽകാൻ അനുവദിക്കപ്പെട്ട നമ്മൾ എത്ര ഭാഗ്യവാന്മാരങ്ങൾ ആലോചിച്ച് നോക്കി. റബ്ബിന്റെ കലാമ് നമ്മളെ മുമ്പിലുണ്ട്, അതിന്റെ ശബ്ദം ചെയ്യാൻ അനുവദിക്കപ്പെട്ടവരാ നമ്മൾ. എങ്കിൽ ആ റബ്ബിനോട് അനീതി കാണിക്കുന്നവരാകരുത്. ആ റബ്ബിന്റെ കലാമ് പറയുമ്പോൾ ഏറ്റവും സ്ഫുടമായി തന്നെ ഉച്ചരിക്കണം.
അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പോലും കൃത്യമായി പറയാൻ കഴിയാത്തവർ നമ്മളിൽ ഉണ്ടെങ്കിൽ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം. ഒരുപാട് സംവിധാനങ്ങളുണ്ട്, ഏറ്റവും നല്ലത് ഓഫ്ലൈനാ. എന്നിരുന്നാലും ഓൺലൈൻ സംവിധാനങ്ങൾ ഒരുപാടുണ്ട്, പഠിക്കണം. ഞാൻ വളരെ ചെറിയ പ്രവർത്തനമായി ചെയ്തതായിരുന്നു ഖത്മുൽ ഖുർആൻ വിത്ത് മീനിങ് എന്ന ഒരു വിഷയം. കൊറോണ സമയത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നിർബന്ധത്തിൻ്റെ പേരിലാണ് ചാനലായിട്ട് തുടങ്ങിയത്. അപ്പോൾ അതിനകത്ത് ദിവസം ഒരു പേജ് മൊത്തമായി പാരായണം ചെയ്യും. അപ്പോൾ പലരും ചോദിച്ചു, എന്താ ചെങ്ങ ഈ ഒരു പേജ് ഇങ്ങനെ അതിലോട് ഓതിട്ടിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കും. അപ്പോൾ വലിയ കൊട്ടിഘോഷിക്കുന്ന പരിപാടികളെക്കാളും വിജയമാകുന്ന കാര്യമാണ് നമുക്ക് ബോധ്യമായി. ഒരു പേജ് പാരായണം ചെയ്യും, അതിൽ ഒരു ആയത്ത് പ്രത്യേകമായി എടുത്ത് തജ്വീദ് ഹൈലൈറ്റ് ചെയ്തിട്ട് അതിലെ ഹുക്ം എന്താണ്, എങ്ങനെ വായിക്കണം എന്ന് പറയും. എന്നിട്ട് ആ പേജിലെ പ്രധാനമായ ഒരു വിഷയം 10 മിനിറ്റിനുള്ളിൽ 10-15 മിനിറ്റിനുള്ളിൽ സംസാരിക്കും. ഏതാണ്ട് 1000-ഓളം പ്രഭാഷണങ്ങൾ അങ്ങനെ ഇപ്പോഴായി. ഇനി 50 ജുസ് കൂടെ ഉള്ളൂ ബാക്കി. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം, അതുകൂടെ തീർക്കണം. അപ്പോൾ അതിങ്ങനെ ഓരോ ദിവസവും ഓരോ പേജ്. എത്ര പേർ വായിക്കുന്നു, പഠിക്കുന്നു? അതായത് പഠിക്കാനുള്ള അവസരങ്ങൾ ഒരുപാട് നമ്മുടെ മുമ്പിലുണ്ട്. എത്ര സഹോദരന്മാരാണ് ഖുർആൻ പാരായണം മാത്രമായി പഠിപ്പിക്കുന്നവർ. പക്ഷെ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം പറയാണ്, ഒരു കാലം വരും അതിൽ ചില ആളുകൾ ഖുർആൻ പാരായണത്തിന് മാത്രം പ്രാധാന്യം നൽകും. അവർ ഭംഗിയായി പാരായണം ചെയ്യും. ലം യതജാവസ്, അവരുടെ ഹനാജിൽ നിന്ന് താഴോട്ട് ആ തൊണ്ടക്കുഴിയിൽ നിന്ന് അങ്ങോട്ട് ആ പാരായണം പോകുന്നില്ല. അവർ മഫ്തൂനത്തുൻ ഖുലൂബുഹും, ഹൃദയത്തിന് കുഴപ്പം ബാധിച്ചവരാണ്. ഖുലൂബുൽ ലദീന യുഅ്ജിബുഹും ശഅനഹും, അങ്ങനെയുള്ളവരുടെ കാര്യത്തെ അത്ഭുതമായി തോന്നുന്ന ആൾക്കാരെ ഹൃദയത്തിന് തകരാറുണ്ട്. പറഞ്ഞതിന് അർത്ഥം മനസ്സിലായിണ്ടാവും. തജ്വീദ് പഠിക്കേണ്ടതല്ല, തജ്വീദ് പഠനം മാത്രവും ഖുർആൻ ഓതൽ മാത്രമാണ് പണിയെങ്കിൽ കുഴപ്പമാണ് എന്ന് അത് ജീവിതത്തിൽ പകർത്തും. ഇതുവരെ ഞാൻ പറഞ്ഞ അതാണ്. ഞാൻ പറഞ്ഞു വന്നത്, അന്നിങ്ങനെ ഒരു സംവിധാനം ചെയ്തു തുടങ്ങിയപ്പോൾ പലരും പറഞ്ഞിരുന്നു ഓൻ വേറെന്തോ ഒരു പണി നടത്തുകയെന്നൊക്കെ. പക്ഷെ അൽഹംദുലില്ലാ എത്ര സന്തോഷം എന്നറിയാം. അതുകൊണ്ട് നമ്മൾ പഠിക്കണം, അക്ഷരം സ്ഫുടമായി ഉച്ചരിക്കുവാൻ. എന്നിട്ട് അങ്ങനെ വിശുദ്ധ ഖുർആനിനെ ആശയബോധ്യത്തോടുകൂടെ തിലാവ മഅ തജ്വീദ് ഫഹ്മുൽ മആനി അത്തദബ്ബുറു ഫിൽ ഖുർആൻ അൽ അമലു ബിഹി അൽ ഹിഫ്ളു അൻ നശ്റു, ഇങ്ങനെ 6 കാര്യങ്ങളെങ്കിലും പ്രധാനമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. പാരായണം ചെയ്യണം, പാരായണം ചെയ്യുന്നതിൻ്റെ അർത്ഥമറിയണം, അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യുന്നത് ജീവിതത്തിൽ പകർത്തണം, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം, കഴിയുന്നത്ര മനഃപ്പാഠമാക്കുകയും വേണം എന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിനെ നന്നായി പാരായണം ചെയ്യാൻ പഠിക്കുക. അത് ആ പാരായണം ചെയ്യാൻ പഠിക്കുമ്പോഴുണ്ടാകുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പുറമെ നിന്നും ഒരു നിർദ്ദേശവും ഇല്ലാതെ സ്വന്തമായി ഖുർആൻ പഠിക്കാൻ തുടങ്ങും. കാരണം ഖുർആനിനെ ഇഷ്ടം തോന്നും, ഖുർആനിനെ ഇഷ്ടം വരും. ഇഷ്ടം വന്നു കഴിഞ്ഞാൽ നമ്മളത് പഠിച്ചോളും. അങ്ങനെ ഖുർആനിനോട് നീ കൂടുതൽ എടുക്കുമ്പോൾ ഖുർആനിൻ്റെ അജായിബുകളും അസ്രാറുകളും നിനക്ക് കാണാൻ കഴിയും. തോണിയിൽ ഇങ്ങനെ പോണ പോലല്ല, ബോട്ടിൽ പോണവന്, കപ്പലിൽ പോണവന്, അതിൻ്റെ അപ്പുറം ആഴിയിലൂടെ പോകുന്നവൻ ഒരുപാട് കടലിൻ്റെ ബഹറിൻ്റെ അജായിബുകൾ, ലുഅ്ലുഅുകൾ, മർജാനുകൾ ഒക്കെ അയാൾക്ക് പുറത്തെടുക്കാൻ പറ്റും. ഖുർആനിനുള്ളിലും അങ്ങനെ ഒരുപാടുണ്ട്. വരികളുടെ മുകളിലൂടെ, വരികൾക്കിടയിലൂടെ പോരാ, അതിനാഴങ്ങളിലൂടെ പോകാൻ നമുക്ക് കഴിയുന്നത് പാരായണ പഠനം എന്ന 1ാമത്തെ സ്റ്റേജിലൂടെ. അങ്ങനെ പഠിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ, തിരുസുന്നത്തിലൂടെ ഇരുലോകത്തും സന്തോഷ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ കഴിയുന്ന ഭാഗ്യവാന്മാരായ വിജയികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.